എനിക്ക് എന്തിൻ്റെ കേടായിരുന്നോ എന്തോ, നമ്മുടെ നാട്ടിലുള്ള ചക്കയും മാങ്ങയും പേരയ്ക്കയും അങ്ങനെ ഉണ്ടാക്കിയാൽ പോരായിരുന്നോ എനിക്ക്? പക്ഷേ എനിക്കതൊന്നും പോരാ, അങ്ങ് കിടക്കുന്ന പെർസിമൺ തന്നെ വേണം. അതിനെന്ത്, ഇനിയിപ്പോൾ അനുഭവിച്ചോ. വർഷങ്ങൾക്ക് മുമ്പ് ചൈനീസ് യൂട്യൂബറായിരുന്ന ലിസിക്കി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ വീഡിയോസിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ പെർസിമൺ ഫ്രൂട്ട് കാണുന്നത് കേട്ടോ. അതിന് മുമ്പ് ഈ ഫ്രൂട്ടിനെ പറ്റി അറിയത്തേ ഇല്ലായിരുന്നു. അപ്പോൾ ആ വീഡിയോസിൽ കാണുമ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഐശ്വര്യം കൊണ്ടാണെന്ന് തോന്നുന്നു ഇതുവരെയും കഴിച്ചു നോക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ എങ്കിൽ പിന്നെ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാണ് ഈ പണിക്ക് ഇറങ്ങിയത്. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ എത്ര പേര് ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഓറഞ്ച് കളറും പച്ച കളറും പൈപ്പ് ക്ലീനർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ പെഴ്സിമൺ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാമേ. ഇപ്പം കണ്ടപ്പോൾ എനിക്ക് ഏകദേശം പെഴ്സിമൺ പോലെയൊക്കെ തോന്നി. ഇത്രയും വരെ ഓക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് അച്ചാളം പുച്ചാളം അങ്ങോട്ട് കൊളാവാൻ തുടങ്ങിയത് കേട്ടോ. ഈ സാധനത്തിനെ അങ്ങോട്ട് കമ്പിയിൽ ഉറപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കണക്കിന് ഈ സാധനം അവിടെ ഇരിക്കുന്നില്ല കേട്ടോ. എല്ലാം കൂടെ വാരി പറക്കി വെച്ചപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ. മരത്തിൽ പിടിച്ച് നിൽക്കുന്ന പെഴ്സിമൺ ഇതെന്തിപ്പോൾ വള്ളിയിൽ പിടിച്ച് നിൽക്കുന്ന പോലെ ഒരു തോന്നൽ. എന്തായാലും സംഭവം പാളി സ്ഥിതിക്ക് പെഴ്സിമൺ മാറ്റിയിട്ട് തക്കാളിന്ന് വല്ലതും ഇടാം കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ.